ഹാപ്പി തേഴ്സ്ഡേ. ഇന്ന് എനിക്ക് ഡ്രൈവിംഗ് ക്ലാസ് ഒന്നുമില്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് ഇന്ന് പരിപാടിയൊന്നും ഇല്ല. രാവിലെ പതിവ് പോലെ ചായ ഇട്ടു, കടുപ്പത്തിൽ മധുരം കൂട്ടി ചായ. ഈ പ്രോസസ്സൊക്കെ എന്നത്തെയും ഡെയിലി പ്രോസസ്സുകൾ തന്നെയാണ്. നല്ല ഒഴിച്ചു വെച്ച തൈര് സെറ്റായി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടെയ്നറിലോട്ട് എടുക്കുകയാണ് കേട്ടോ, ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ മണിച്ചിത്രത്താഴിലെ മറ്റേ ചേച്ചി ഇരുന്ന് ആടുന്ന പോലെ രാവിലെ എന്നും കുറച്ച് നേരം ഊഞ്ഞാലിരുന്ന് അടിയിലൊരു സമാധാനമില്ല. അങ്ങനെ നിന്നപ്പോഴാണ് ചേച്ചി വിളിച്ചത്. ചേച്ചി മീൻസ് എൻ്റെ കസിൻ്റെ വൈഫാണേ. അപ്പോൾ ചേച്ചിയുടെ കൂടെ ഒരു സ്ഥലം വരെ പോകണം. സ്ഥലം എന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ ഉറുകുന്നെന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ഉറുകുന്ന് എൻ്റെ ചേട്ടനും ചേട്ടൻ്റെ വൈഫൊക്കെ താമസിക്കുന്ന സ്ഥലമാണേ. അപ്പോൾ അവിടെ വരെ ഒന്ന് പോകണമായിരുന്നു. കുളിക്കാം എന്ന് കരുതി തലയിൽ എണ്ണയൊക്കെ തേക്കാണ്. സ്റ്റെപ്പൊക്കെ ഇട്ട് പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്താണ് എണ്ണ തേക്കുന്നത്. വളരെ സീരിയസ് ആയിട്ട് ആഗോളതാപനത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെന്ന് നിങ്ങൾ കരുതരുത്. വൈകുന്നേരം എങ്ങനെ ഒരു ഷവർമ അകത്താക്കുക എന്ന ചിന്തയിലാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന അസുഖം നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടോ എന്നെടുത്ത് പറയണേ. നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമല്ലോ, അലമാര ഫുള്ള് ടോപ്പ് ടു ബോട്ടം നമ്മുടെ ഡ്രസ്സായിരിക്കും. പക്ഷേ ഇതിൽ നിന്ന് നല്ലൊരെണ്ണം ഇടാനില്ലേ എന്ന് പറഞ്ഞ് സമയത്ത് കിടന്ന് കരയും. ഉണ്ടോ? ഞാൻ ഓടിപ്പോയി കുളിച്ചിട്ട് വന്നേ. ഒരു ഉഷാറില്ല, ഒരു മൈഗ്രെയിൻ്റെ ചെറിയൊരു സ്റ്റാർട്ടിങ് പോലെ ഉണ്ട്. ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണം എന്നല്ലേ. മൈഗ്രെയിൻ ആണെങ്കിലും ഒരു വഴിക്കിരിക്കട്ടെ, ഒരുക്കം മുഖ്യം ബിഗിലേ. ഒരുങ്ങി ശുണ്ട്രയായി. ഇനി ഇൻസ്റ്റയിൽ 2 റീൽ എടുത്തിടണം. നരവിളി കാണുന്നുണ്ടോ? ഇല്ലല്ലോ. സെറ്റാ. വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പിലോട്ട് നടക്കുകയാണേ. ഇതേ കണ്ട, കഴിഞ്ഞ ദിവസം ഞാൻ വ്ളോഗിൽ കാണിച്ചേ നമ്മുടെ പാലം. ഞങ്ങൾക്ക് 2 പാലമുണ്ട് കേട്ടോ ഈ സ്റ്റോപ്പിൽ. ഗൈസ്, ഞാനൊരു രഹസ്യം പറയട്ടെ. നിങ്ങൾ കരുതുന്ന പോലെ ഞങ്ങൾക്ക് 2 പാലം മാത്രമല്ല. ദേ ഇത് കണ്ടോ, യക്ഷിപ്പാല. 3ാമത് ഇങ്ങനൊരു പാല കൂടെ ഉണ്ട് ഞങ്ങളുടെ സ്റ്റോപ്പിൽ. പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഉണ്ടല്ലോ, ഇതിൻ്റെ അടുത്ത് വരുമ്പോൾ ഒറ്റ ഓട്ടോ. യക്ഷിപ്പാലയാണല്ലോ. എൻ്റെ അച്ഛൻ ഉൾപ്പെടെ ഒരു 2 വിട്ടിട്ട് അതിലേക്കൂടെ വരുന്ന പലരും അവിടെ കാല് സ്ലിപ്പായി വീണിട്ടുണ്ട്. അതിന് അന്ന് പറയുമായിരുന്നു യക്ഷിപ്പാലയാ, യക്ഷി പിടിച്ച് തള്ളിയിടുന്നതാണെന്ന്. ഇത് കേട്ടാൽ നമ്മളെപ്പോലുള്ള കൊച്ചു പിള്ളേർക്ക് പാലയുടെ അടുത്തെത്തുമ്പോൾ ഓടി വീട്ടിലെത്താനല്ലേ തോന്നുള്ളൂ. അത്ര പേടിയായിരുന്നു ഞങ്ങൾക്ക്. ഇത് കണ്ടോ, ഇത് കമ്പകത്തടിയാണ്. കമ്പകത്തിൻ്റെ മരമാണ് കേട്ടോ. കമ്പകത്തടി എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഏറ്റവും സ്ട്രോങ് ആണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഫർണിച്ചറൊക്കെ ഉണ്ടാക്കിയിട്ട കാലങ്ങളോളം ഒരു കേടും കൂടെ അത് കിടക്കുമെന്നാണ് പറയുന്നത്. കമ്പകമാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അതും വർഷങ്ങൾ പഴക്കമുള്ള കമ്പകമാണ് കേട്ടോ ഈ നിൽക്കുന്നത്. ഇതിൽ പറ്റി പിടിച്ച് കളിച്ച് നിൽക്കുന്നതുകൊണ്ട് ഈ സാധനം കണ്ടോ. പണ്ടൊക്കെ നമ്മൾ സ്ലേറ്റും മായ്ക്കാൻ വേണ്ടിയിട്ട് സ്ലേറ്റിൽ ചോക്ക് വെച്ച് എഴുതിയിട്ട് ആ സ്ലേറ്റും മായ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇതിൻ്റെ തണ്ട് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് പല ഫ്രൂട്ട്സ് കടയിലും ഇത് വിൽപ്പനയ്ക്ക് വെച്ചേക്കുന്നത് കാണാം. അത് ഈ ജോയിൻറ്റ് പെയിൻസിന്, കൈ കാല് വേദനയ്ക്കൊക്കെ സൂപ്പ് ഇട്ട് കുടിച്ചാൽ നല്ലതാണ്. ആട്ടിൻ സൂപ്പിൻ്റെ ടേസ്റ്റുമാണ്, ആട്ടിൻ സൂപ്പിൻ്റെ ഫലവും ചെയ്യുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. എനിക്കറിയില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ബസ് കിട്ടി കേട്ടോ. ബസ്സിൽ കയറിയാൽ സൈഡ് സീറ്റ്, വിൻഡോ സീറ്റ് മസ്റ്റാണേ. ഇതാണ് ഒറ്റക്കൽ പള്ളി കേട്ടോ. ഈ പള്ളി അത്യാവശ്യം പേര് കേട്ടൊരു പള്ളിയാണേ. മുസ്ലിം പള്ളിയാണ്, പ്രസിദ്ധമാണ്. ഇത് ഒറ്റക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള്. ഇവിടെയാണ് ഞാൻ ഹയർ സെക്കൻഡറി കംപ്ലീറ്റ് ചെയ്തത് കേട്ടോ, +1 +2. KSRTCയിൽ കയറിയാൽ വിൻഡോ സീറ്റിൽ നിന്ന് 2 ഇൻസ്റ്റാറിയിൽ അത് മസ്റ്റ് വിഷയമാണത്. ഇന്നൊട്ടും കുറയ്ക്കാൻ പോയില്ല. ഇന്ന് ഒരുങ്ങിയപ്പം എനിക്ക് എന്നെ തന്നെ ഭയങ്കര സുന്ദരിയായിട്ട് തോന്നി. സോ 2-3 റീൽസ് എടുത്തങ്ങ് പോസ്റ്റ് ചെയ്ത് ഇൻസ്റ്റയിൽ. പിന്നല്ല. ഇതാട്ടോ ഉറുകുന്ന ശ്രീ മഹാദേവ ക്ഷേത്രം. ഈ സ്റ്റോപ്പിലാണ് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടിയിരുന്നത്. ഇറങ്ങി. ഇതാണ് ഉറുകുന്ന്. അതിൻ്റെ ഇടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ അച്ഛൻ ഇന്നലെ എൻ്റെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് പറഞ്ഞു, ഇത്രയും നാൾ നിനക്ക് 50% വട്ടമുള്ളെന്നേ ഞാൻ വിചാരിച്ചിരുന്നുള്ളൂ. പക്ഷെ ഇപ്പം മനസ്സിലായി അതിൻ്റെ അളവ് അങ്ങേറ്റം കൂടിയിട്ടുണ്ടെന്ന്. ഇത് ഉറുകുന്ന സ്റ്റോപ്പിലെ ഗ്രൗണ്ടാട്ടോ. എന്തേ എവിടെ പോയാലും ചായ മുഖ്യമാണല്ലോ. കടുപ്പത്തിൽ മധുരം കൂട്ടി ഒരു ചായ കുടിക്കാൻ വന്നതാ. അപ്പം ദേ ഈ റോഡ് സൈഡിലൊക്കെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് നോക്കിയാൽ. സാധാരണ റോഡ് സൈഡിൽ പൊടിയൊക്കെ പിടിച്ച് അഴുക്ക് പിടിച്ച പൂക്കളായിരിക്കുമല്ലോ.
അത് ഭയങ്കര രസമായിട്ട് കണ്ടപ്പോൾ ഒന്ന് എടുത്താ കേട്ടോ നിങ്ങളെ കൂടെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതുവഴി കുറച്ചുകൂടെ മുന്നോട്ട് നടന്ന ചായക്കടയിൽ എത്തി. എൻ്റെ ചേട്ടനും ചേട്ടൻ്റെ വൈഫും താമസിക്കുന്ന സ്റ്റോപ്പും എത്തി. പൂക്കളുടെയൊക്കെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ചേച്ചി കാണിച്ചു തന്നതാ ഈ വഴിയോരത്ത് നിന്ന് ഈ മരത്തിൻ്റെ ഈക്ക. ഇത് തിന്നാൻ നല്ല ടേസ്റ്റാണെന്ന് പറയുന്നത് കേട്ടു. അതുകൊണ്ട് ഇതാ ആ മരവേ. ഇത് വിളഞ്ഞു കഴിയുമ്പോൾ നല്ല പുളിയും മധുരമൊക്കെയാണെന്ന് പറയുന്നത്. എന്തോ ഒരു പേര് പറഞ്ഞു, മരത്തിൻ്റെ പേര് ഞാൻ മറന്നു. കണ്ട ഒരു ഉണക്ക മരമാണേ. അതിനകത്ത് നാരങ്ങ കിടക്കുന്നുണ്ടോ? ഇനിയും ഉണ്ടായിരുന്നു, താഴോട്ടുള്ള ശിഖരത്തിലൊക്കെ നാരങ്ങ ഉണ്ടായിരുന്നു. ആ ഇറങ്ങിയ സ്റ്റോപ്പിൽ നിന്ന് 5 മിനിറ്റ് റിട്ടേൺ നടന്നപ്പോഴത്തേക്ക് ചായ കുടിക്കാനുള്ള കട എത്തി കേട്ടോ. എന്നാൽ പിന്നെ ചായ ആക്കേണ്ട 2 പൊറോട്ടയും കുറച്ച് മുട്ടക്കറിയും കൂടെ കഴിക്കാമെന്ന് ചേച്ചി പറഞ്ഞു. കേൾക്കേണ്ട താമസം ഞാൻ ഓർഡർ ചെയ്തു. ചായയുടെ പേരും പറഞ്ഞ് കടയിൽ കയറിയിട്ട് എന്തായാലും 2 പൊറോട്ടയും 1 മുട്ടക്കറി അകത്താക്കി. എല്ലാം ഷടപടേ എന്നായിരുന്നു. സത്യം പറഞ്ഞാൽ പൊറോട്ടയും മുട്ടക്കറിയൊക്കെ കഴിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി. പുനലൂരോട്ടൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായി. കിട്ടേണ്ട താമസം മാക്കെന്ന് ഞാൻ അവിടെ നിന്ന് കഴിച്ചു. നല്ല സോഫ്റ്റ് പൊറോട്ടയും നല്ല കറിയും നല്ല ചായയായിരുന്നു കേട്ടോ. ചില കടകളിൽ നമ്മൾ കയറിയാൽ ചായ മോശമായിരിക്കും, ചിലപ്പോൾ കറി മോശമായിരിക്കും, അതും അല്ലെങ്കിൽ പൊറോട്ട നല്ലതായിരിക്കില്ല. നല്ല ഫുഡ്, എല്ലാം കൊള്ളാം. വെൽക്കം മെൽഗോ. തീറ്റയും കൂടിയൊക്കെ നേരെ ഇതേ ഈ ഷോപ്പിലോട്ടാണേ വന്നത്. ഈ ഗ്യാസ് അടുപ്പിൻ്റെ ഐറ്റംസൊക്കെ കിട്ടുന്ന ഷോപ്പാട്ടോ ഇത്. എൻ്റെ വീട്ടിലെ ഗ്യാസ് സ്റ്റവിൻ്റെ ഈ സാധനം ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നേ. അതും വാങ്ങി. അപ്പോഴാണ് വാഷ് ബേസിൻ്റെ പിങ്ക് കളർ ട്യൂബ് കണ്ടത്. അത് രണ്ടും വാങ്ങി. ചേട്ടൻ അത് പൊതിഞ്ഞു തരാത്തതിന് ചേട്ടൻ്റെ അടുത്ത് വഴക്കിട്ടിട്ട് ഒരു കവറും വാങ്ങി. അതിലിട്ട് വീണ്ടും വീട്ടിലേക്ക്. അപ്പോഴാണ് ഞാൻ ഈ സാധനം ശ്രദ്ധിച്ചേ. മറ്റേ ചെരുപ്പിൻ്റെ മേളത്തെ ഇതൊക്കെ ഇപ്പോഴും ആളുകൾ വാങ്ങുമോ? ബസ് സർവീസ് കൂടാതെ ഞങ്ങളുടെ നാട്ടിലുള്ളതാട്ടോ ഈ ജീപ്പ് സർവീസ്. ഇതാണ് ഉറുകുന്ന് ജംഗ്ഷൻ. ഇവിടെ നിന്നാണ് ബസ് കയറി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകേണ്ടത്. ഇത് ഡാമിൻ്റെ വ്യൂ കാണാനുള്ള ലുക്ക് ഔട്ടാട്ടോ. അങ്ങനെ തെന്മല ജംഗ്ഷൻ എത്തി കേട്ടോ ബസ്. നല്ല അസല് തലവേദനയുണ്ടേ. അതാ മുഖത്തൊരു പ്രസരിപ്പും പ്രസാദിക്കലും ഒന്നും ഇല്ലാത്തത്. മൈഗ്രെയിൻ അങ്ങേയറ്റം പറ്റിയിരിക്കുകയാണ്. രാവിലെ ഉറക്കം ഉണർന്നപ്പോൾ തുടങ്ങിയ വേദനയാണേ. അങ്ങോട്ട് പോയപ്പോൾ ഈ ചെരുപ്പ് ഇട്ട് കാലിൻ്റെ റീലെടുപ്പായിരുന്നു. അത് പൊട്ടിക്കിട്ടി. അങ്ങനെ ഫൈനലി കണറപ്പാലമൊക്കെ പാസ് ചെയ്ത് നമ്മുടെ സ്വന്തം സ്ഥലത്തെത്തി ലാൻഡ് ചെയ്ത് മക്കളെ. നല്ല സെറ്റ് ക്ലൈമറ്റ്, നല്ല വെയിൽ, തെളിഞ്ഞ കേട്ടോ. ഇതറിയാവോ നിങ്ങൾക്ക്? ഈ ഇല ഇത് മല്ലിയിലയാണ് കേട്ടോ. ചൈനീസ് മല്ലി എന്നറിയപ്പെടുന്ന മല്ലിയിലയാണ്. വീട്ടിലെത്തി. മുഖത്തൊക്കെ മൊത്തത്തിൽ ഒരു ഡൾനെസ് ഉണ്ടല്ലേ. നല്ല മൈഗ്രെയിൻ്റെ പെയിൻ എടുത്തിരിക്കുക. ഡ്രസ്സ് മാറിയിട്ട് കാണാം കേട്ടോ. അങ്ങനെ നൈറ്റി ടോപ്പൊക്കെ എടുത്തിട്ട് ഇതെൻ്റെ ഫ്രണ്ട് എനിക്ക് വാങ്ങി തന്നതാണേ. അവളിട്ടത് കണ്ട് ആഗ്രഹം പറഞ്ഞപ്പം ഒരെണ്ണം അവൾ വാങ്ങി തന്നതാ. എങ്ങനെയുണ്ട്? വേദന ഇടയ്ക്കിടയ്ക്ക് മൈഗ്രെയിൻ ഇങ്ങനെ കുത്തിക്കൊണ്ടേയിരിക്കുന്നു. എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങണം. വയ്യെനിക്ക്, തലവേദന എടുക്കുന്നു. അങ്ങോട്ട് മാറിക്കിട്ട നീങ്ങോട്ട്. ഞാനിവിടെ കിടക്കട്ടെ. ഇവനെ എപ്പോൾ കണ്ടാലും ഇങ്ങനെ ഉമ്മ വെച്ച് കൊല്ലുന്നോണ്ടിരിക്കും ഞാൻ. എൻ്റെ പൊന്നോ, ഈ ഫാനിൻ്റെ ശബ്ദമില്ലാതെ ഉറങ്ങാൻ പറ്റില്ല എനിക്ക്. ഈ സൗണ്ടിന് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ ഫാൻ ഞാൻ ഓണാക്കി വെച്ചേക്കുന്നത്. ഇതിൻ്റെ മ്യൂസിക്കും കേട്ട് ഉറങ്ങാം. ഉറങ്ങി എണീറ്റ് വന്ന് ടൈം നോക്കിയപ്പോൾ 3:30. എൻ്റെ അമ്മച്ചി, ഇത്രയും നേരം ഞാൻ ഉറങ്ങിയോ? എന്തായാലും മൈഗ്രെയിൻ കുറച്ചൊന്ന് മാറിയിട്ടുണ്ട്. ചെറുതായിട്ട്, ഫുള്ള് മാറിയെന്ന് പറയാൻ പറ്റില്ല. അത്യാവശ്യം ചെറിയ രീതിയിലൊന്ന് ഓക്കെ ആയി വരുവാണെന്ന് തോന്നുന്നു. മാറുമായിരിക്കും അല്ലേ? നോക്കാം. ഉറക്കമൊക്കെ കഴിഞ്ഞ് നേരെ എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ വീട്ടിൽ വന്നതാണേ. അപ്പോൾ ഇവിടുത്തെ മോള് ക്ലേ വെച്ച്, അതായത് ഈ എന്തോ ആലോചിച്ചിരിക്കുന്ന ശകുന്തള പൊന്നു എന്നാണ് ആളുടെ പേര്. ആളുണ്ടാക്കിയതാണ് ഈ സാധനങ്ങളൊക്കെ. ക്ലേ വെച്ചിട്ട് മാംഗോ, ബനാന, സൺഫ്ലവർ. നല്ല ടാലൻ്റ് ആണല്ലേ ഇതൊക്കെ. നമ്മളവർക്ക് ഈസിയാണെന്ന്, ക്ലേ വെച്ചല്ലേ എന്ന് ചിന്തിക്കും. പക്ഷേ ആളൊരു ആനക്കുട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ കൂട്ടത്തിൽ. ഇത് കണ്ടോ, മഷ്റൂം. ഈ ആനക്കുട്ടിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു. നോക്കിയേ, എന്ത് ക്യൂട്ടാടാ ഈ ആനക്കുട്ടി. മൈഗ്രെയിൻ ഒരു മാറ്റവും ഇല്ല കേട്ടോ.
തല ഇങ്ങനെ ഊരിയെടുത്ത് സെറ്റോടെ വെക്കാൻ തോന്നുന്നു. ആ രീതിയിലുള്ള പെയിനാണ് എടുക്കുന്നത്. നമുക്ക് ഭ്രാന്ത് പിടിക്കും. ചെറിയ ചെറിയ ശബ്ദങ്ങൾ പോലും ഇറിറ്റേഷനായിട്ട് തോന്നും. ആളുകൾ സംസാരിക്കുന്നതോ ഫോണുകൾ വരുന്നതോ എന്തിനാ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും കൊച്ചു കൊച്ചു ജീവികളുടെ ശബ്ദം കേട്ടാൽ പോലും ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. വല്ലാത്തൊരവസ്ഥയായത്. മൈഗ്രെയിൻ ഉള്ളവർക്ക് ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവും. വേദനയാണേ കടുത്ത വേദന, ഒരു രക്ഷയില്ലാത്ത വേദനയാണ്. എൻ്റെ അമ്മോ, ഈ പെയിൻ വരുന്ന സമയത്ത് ഭ്രാന്തരെ പോലെയാണ് നമ്മൾ കാണിക്കുന്നത്. അത്രയ്ക്ക് സഹിക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് എന്നെ കണ്ടിട്ട് പാവം തോന്നുന്നു. എന്ത് വേദന സഹിച്ചിട്ടിരിക്കുകയെന്നറിയോ ഇപ്പം. മൈഗ്രെയിൻ ഉണ്ടെങ്കിലും അതിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അത്യാവശ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ടെന്ന്. അതെന്താണെന്ന് ഞാൻ പറയാമേ. എൻ്റെ ഒരു അനിയൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പം അവൻ ഇന്ന് സ്ഥലത്തില്ലാത്തത് കൊണ്ട് പകരം ചേച്ചി ഒന്ന് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ അവൻ സ്ഥലത്തില്ലാത്തപ്പോൾ ട്യൂഷൻ എടുക്കാറുള്ളതുമാണ്. അങ്ങനെ അവിടേക്ക് വന്നേക്കാണ് കേട്ടോ. വർഗസംകരണം എന്താണെന്നും വർഗസംകരണത്തിൻ്റെ കുറച്ച് എക്സാമ്പിളുമാണ് കേട്ടോ ഫസ്റ്റ് ക്ലാസ്സിലെടുത്തത് ഞാൻ. അപ്പോൾ എല്ലാവരും പറയൂ, വർഗസംകരണത്തിന് ഉദാഹരണം മുളക്, തെങ്ങ് പോരട്ടെ. ഡിക്റ്റേഷൻ ഏതാ സ്റ്റാൻഡേർഡ്? ഫൈവ്. ഇത് ഏത് സ്റ്റാൻഡേർഡാ? 9 ഹിന്ദി. കുറച്ച് നാളായി വടിയും റെഡ് ഇങ്കും ഒക്കെ കയ്യിൽ. ദൈവം അനുഗ്രഹിച്ച് ഫ്യൂച്ചറിൽ ഈ വടിയും ചുവന്നോശി പേനയൊക്കെ പിടിക്കാനുള്ളൊരു യാത്രയിലൊക്കെയാണ്. നടന്ന് കിട്ടിയാൽ മതിയായിരുന്നു. ഇനി നമുക്ക് കുറച്ച് ഇലക്ട്രീഷ്യൻ പണിയായാലോ? അതായിട്ട് കുറയ്ക്കണ്ട, ഇരിക്കട്ടെന്നേ. ഇത് ദിക്കണ്ട സാധനങ്ങളെല്ലാം കൂടെ ജോയിൻ ചെയ്ത് ഒരൊറ്റ സ്റ്റെപ്പിൽ ഒരു ബൾബ് അങ്ങോട്ട് കത്തിക്കണം. അതാണ് ഇന്നത്തെ ദൗത്യം. അപ്പോൾ പിന്നെ പണി തുടങ്ങാം അല്ലേ? ആരോ പറഞ്ഞിട്ടില്ലേ പണ്ട്, വല്ലഭന് പുല്ലു ആയതൊന്ന്, കറിക്കത്തിയെങ്കിൽ കറിക്കത്തി. ഇവിടെ കട്ടിംഗ് പ്ലെയറോ സ്ക്രൂ ഡ്രൈവറോ സംഭവങ്ങളൊന്നുമില്ല. ഈ ഒരു കറിക്കത്തി വെച്ച് നമുക്കിന്ന് ഇതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്താം. എങ്ങനെയാണേലും ബൾബ് കത്തിയാൽ മതിയല്ലോ. ഒന്നുകിലൊരു പൊട്ടിത്തെറി അല്ലേ ഒരു ബൾബ് കത്തൽ. ഇതിലേതെങ്കിലും ഒന്നിന്ന് സംഭവിക്കും. അല്ലേ നമ്മൾ കത്തിക്കുമല്ലോ. ആരെങ്കിലും ആ 8-10 സ്പാനർ ഒന്ന് എടുത്തു തരണേ. എൻ്റെ ഇരുത്തേയൊക്കെ കണ്ട ഏതോ വലിയ ഒരു എന്താ പറയുക, കൃത്യനിർവഹണത്തിന് ഇരിക്കുന്ന പോലല്ലേ ആ മുഖത്തെ സീരിയസ് ഭാവമൊക്കെ കണ്ടിട്ട്. എന്തായാലും നമ്മളിന്ന് കത്തിക്കും. ഒന്നുകിലും നമ്മൾ സ്വിച്ച് ഇടുമ്പോൾ വീട് കത്തും, അതല്ലെങ്കിൽ ബൾബ് കത്തും. ഇതിലേതെങ്കിലും ഒന്നിന്ന് കത്തും. കത്തണമല്ലോ, കത്തുമായിരിക്കുമല്ലേ. അനിയൻ്റെ അമ്മ അപ്പുറത്തുനിന്ന് ചോദിക്കുന്നുണ്ട്, ഷോക്ക് അടിക്കുമോ, വല്ല പ്രശ്നവും വരുമോ എന്ന്. ഞാനിതിൻ്റെയൊക്കെ ഉസ്താദല്ലേ, സമാധാനമായിട്ടിരിക്കുക എന്നാണ് ഞാൻ പറഞ്ഞത്. കാര്യം എന്തൊക്കെ പറഞ്ഞാലും സംഭവങ്ങളൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി സ്വിച്ച് ഇട്ടാൽ വീട് കത്തുമോ ബൾബ് കത്തുമോ എന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. അപ്പം നമുക്ക് നോക്കാം അല്ലേ, സ്വിച്ച് ഇടാം അല്ലേ. മിഷൻ കംപ്ലീറ്റഡ്. ഇഷ്ടപ്പെട്ടോ? മൈഗ്രെയിൻ ആയതുകൊണ്ട് രാത്രി കട്ടിയുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ വയ്യ ഗൈസ്. ഡെയിലി ചിക്കനും ബീഫും കഴിച്ച് മൈഗ്രെയിൻ ആയതാണോന്നും എനിക്കറിയില്ല. അതുകൊണ്ട് എന്തായാലും ഇന്ന് ഇച്ചിരി കഞ്ഞിയും നാരങ്ങാച്ചാറും നമുക്ക് കഴിക്കാം. ഒരുപാട് സ്നേഹത്തോടെ വിളമ്പി തന്ന ഭക്ഷണം ആയതുകൊണ്ടാണോന്നറിയില്ല, അസാധ്യ ടേസ്റ്റായിരുന്നു കേട്ടോ കഞ്ഞിക്ക്. വിറകടുപ്പിൽ ആളി കത്തുന്ന തീയെ നോക്കിയിരുന്ന് കഞ്ഞി തകൃതിയായിട്ട് കുടിച്ചു. അപ്പോൾ ഗുഡ് നൈറ്റ്.